ഹലോ ഗായ്സ്, വെൽക്കം ടു രമ്യാസ് ഫുഡ് വേൾഡ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കൂന്തൽ എങ്ങനെയാണ് ക്ലീൻ ചെയ്യണേന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. ഈ പ്രാവശ്യത്തെ വീഡിയോയിൽ കൂന്തൽ എങ്ങനെയാണ് റോസ്റ്റ് ചെയ്യണേന്നാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവർക്കും അത് യൂസ്ഫുള്ളായെന്ന് പറഞ്ഞത് കുറേ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ക്ലീൻ ചെയ്യണം, നല്ല യൂസ്ഫുൾ വീഡിയോ ആണെന്ന് പറഞ്ഞ്. അപ്പോൾ താങ്ക്സ് എല്ലാവർക്കും. അപ്പോൾ ഇതിനാവശ്യമായത് ഒരു സവാള, കുറച്ച് കൊച്ചുള്ളി, പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ആവശ്യത്തിന് എത്രയാണ് ക്വാണ്ടിറ്റി നോക്കിയിട്ട് എടുക്കുക. അതിനുശേഷം ആദ്യം പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്ത് വെളുത്തുള്ളിയും ഇഞ്ചിയും നമുക്ക് വഴറ്റി കൊടുക്കണം. വഴറ്റി അതിൻ്റെ പച്ചമണം മാറി കഴിയുമ്പോഴത്തേക്കും സവാള അരിഞ്ഞിട്ടതും ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കൊച്ചുള്ളി പിന്നെ എടുത്ത് വെച്ചേക്കണം. അപ്പം 3 പച്ചമുളക് എടുത്തിട്ട് ഒന്ന് നല്ലോണം വഴറ്റി കൊടുക്കുക. ഇനി ഇതിന് ആവശ്യമായ മസാലകൾ: 1 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 സ്പൂണോളം ഗരം മസാല ലാസ്റ്റാണ് ഇടുന്നത്. പിന്നെ ഒരു 1/2 സ്പൂൺ മീറ്റ് മസാലയും ഞാൻ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സവാളയൊക്കെ വഴറ്റി വന്നതിന് ശേഷം നമുക്ക് ഈ മസാലാസ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് അപ്പോൾ സിം ചെയ്ത് വെക്കണം കേട്ടോ ഫ്ലെയിം. അത് കഴിഞ്ഞതിന് ശേഷം നല്ലോണം അതിൻ്റെ പച്ചമണം മാറണ വരെ നല്ലോണം വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂന്തൽ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിനകത്ത് തരി വെള്ളം നമ്മൾ ആഡ് ചെയ്യരുത്. കാരണം കൂന്തലിന് വാട്ടർ കണ്ടൻറ്റ് കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ ഇട്ട് ചെറിയ തീയിൽ വെച്ച് കഴിയുമ്പോൾ തന്നെ ഒന്ന് അടച്ചു വെച്ച് കഴിയുമ്പോൾ തന്നെ ഇതിനകത്ത് വെള്ളം വരും. ആ വെള്ളത്തിൽ തന്നെ നമുക്ക് കുക്ക് ചെയ്യാം. കാരണം ഒരു 5 to 7 മിനിറ്റേ നമുക്കിതിന് കൂന്തലിന് വേവുള്ളൂ. ആദ്യം വെന്ത് പോയി കഴിഞ്ഞാൽ സാധാരണ ഫിഷൊക്കെ വേവിക്കണ പോലെ ഒരു 20 to 25 മിനിറ്റ്സ് വേവിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂന്തലൊക്കെ റബ്ബർ പോലെയാകും. കൂന്തൽ, ചെമ്മീൻ, ഞണ്ട് ഈ 3 ഐറ്റംസിനും 7 മിനിറ്റ് 5 to 7 മിനിറ്റേ വേവുള്ളൂ. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ കൂന്തലും ഇട്ട് നമുക്ക് അടച്ചാൽ. അപ്പോൾ പിന്നെ തരി വെള്ളം വെക്കണ്ട. കാരണം ഇതിപ്പോൾ നിങ്ങൾ കുറച്ച് കാണുമ്പോൾ അറിയാൻ പറ്റും. ഇതങ്ങോട്ട് വെച്ച് അടച്ച് വെച്ച് കഴിഞ്ഞ് ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും വാട്ടർ കണ്ടൻറ്റ് ഉണ്ടോ, തരി ഞാൻ വെള്ളം വെക്കാണ്ട് തന്നെ ഇത്രയും വെള്ളം വന്ന് ഇതിനകത്ത് തന്നെ ഇരുന്ന് വെന്തോളും. ഇതും ഒന്ന് ഇച്ചിരി കൂടെ ഈ പരിവം ആകുമ്പോൾ നമുക്ക് ഇച്ചിരി ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ലാസ്റ്റ്. പിന്നെ കുറച്ച് നമ്മുടെ കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാവും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.